കുട്ടി ഒരാഴ്ച നമ്മുടെ കൂടെ ഇല്ല അധികം, എന്താണ് ഇങ്ങനെ കൊണ്ടുപോകണു NICUലേക്ക്. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ പിന്നെ കുട്ടി നമ്മുടെ കയ്യിലാണ്. അപ്പോൾ തല ഒരു 28. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താ പറയുക, എൻ്റെ സ്വന്തം അനുഭവം കുറച്ച് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്നത് മിക്കവാറും വീട്ടമ്മമാരാണ് കേട്ടോ. 24 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് ടു 44 വയസ്സ് വരെയുള്ള ആളുകളാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഗ്രാഫ് എടുത്ത് നോക്കാൻ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ എന്താ പറയുക, എന്നെ തളർത്തിയ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് എന്നെ തളർത്തിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? എല്ലാവരും വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, നമ്മളും അങ്ങനെ പറയാൻ വേണ്ടി പറയല്ല കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ ആക്കണോ എന്ന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിതിലൂടെ ഹെൽപ്പ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഹെൽപ്പ് ആയിട്ടല്ല, എൻ്റെ മോൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ, പൈസ ആയിട്ടല്ല, വേറെ ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ ഇതിലൂടെ ഒന്ന് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ആക്കി ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്താ പറയുക, അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. ഒരു സെക്കൻഡ് ഡെലിവറി ടൈമിലൂടെ കടന്നു വന്ന കുറച്ച് വിഷമ കാലഘട്ടം, കുറച്ചല്ല ഒരുപാട് വിഷമ കാലഘട്ടങ്ങൾ നമ്മൾ കടന്നുപോയി. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഞാൻ വീഡിയോ ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ അവസാനം വരെയും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്ത മോന് ഇപ്പോൾ 6 വയസ്സായിട്ടോ. ഞാൻ 2018 അവനെ പ്രസവിക്കുന്നത്. അതിന് ശേഷം രണ്ടാമത്തെ മോളുണ്ടാകുന്നത് എന്താ പറയുക, അവന് 2 വയസ്സായതിന് ശേഷമാണ് കേട്ടോ. 2020 കാലഘട്ടത്തിലാണ് മോള് 2020 ഒക്ടോബറിലാണ് മോള് ജനിക്കുന്നത്. കൊറോണ ടൈമിലാണ് കേട്ടോ. കൊറോണ സ്റ്റാർട്ടിങ്ങിലാണ്, കൊറോണ 2020 മാർച്ചിലൊക്കെയാണല്ലോ നല്ല രൂക്ഷമായി വന്നിരുന്നത്. ആ സമയത്താണ് അവളെ ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ 2020 ഒക്ടോബർ 15-ാം തീയതി അവളെ പ്രസവിക്കുന്നു കേട്ടോ. അപ്പോൾ ആ പ്രസവിക്കുന്ന സമയം വരെയുള്ളതൊക്കെ ഞാനൊന്ന് ഓടിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഈ പ്രസവ കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ക്ഷീണമോ തളർച്ചയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം മോനുള്ളതുകൊണ്ട് മോനെ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടിരുന്നു. ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് പോലും എനിക്ക്, വയറിനുള്ളിൽ ഉള്ളത് പോലും എനിക്ക് എന്താ പറയുക അറിയാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവൻ്റെ സ്നേഹവും ഇവൻ്റെ വാത്സല്യവും ഒക്കെ ഇവനെ എന്താ പറയുക ലാളിച്ച് കൊഞ്ചിച്ച് തീർന്നില്ല. അതിനിടയിൽ ഇവളായതുകൊണ്ട് അപ്പോൾ ഒരുപാട് ഇവളെ കെയർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അധികമൊന്നും. കാരണം ഞാൻ അവന് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, പിന്നെ നമ്മുടെ കുഞ്ഞു വയറ്റിലുള്ളത് പോലും നമുക്ക് ഒരുപാട് സമയമൊക്കെ ആയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. പിന്നെ ഒരു 7 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് എന്താ പറയുക അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. അതിനുള്ള മരുന്നൊക്കെ തന്നു, മെഡിസിനൊക്കെ തന്നു. ഞാൻ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മൂത്ത മോന് പ്രൈവറ്റിലായിരുന്നു. കൊറോണയൊക്കെ ആയപ്പോൾ അടുത്തൊരു താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസി ടൈമിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടിയപ്പോൾ അതിന് ചെക്കൊക്കെ ചെയ്ത്, അവിടുത്തെ സ്കാനിങ്ങും ഒന്നും വലിയ ക്ലിയർ ഒന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകാനൊക്കെ പേടിയായിരുന്നു. കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു, കൊറോണ ടൈമല്ലേ. അപ്പോൾ നമുക്ക് മോനെയും കൊണ്ട് പോകണം, മോനെ എവിടെ പോകുമ്പോഴും കൂടെ വരും. അപ്പോൾ നമുക്ക് അതൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ സ്കാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് എടുത്തത്. അപ്പോൾ അതൊന്നും ഇനി പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ എടുത്ത് ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടേഴ്സിന് അറിയാം അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ടും. മറ്റുള്ളവർക്ക് പക്ഷേ കണ്ടാൽ അറിയാൻ സാധിക്കില്ല കേട്ടോ. പുറത്ത് ഡോക്ടർമാർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു. മരുന്നൊക്കെ തന്നു. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കറക്റ്റാക്കി, ലെവലൊക്കെ കറക്റ്റ് ചെയ്തു കേട്ടോ. അത് അമ്നിയോട്ടിക് ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ ഇത് പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ അവസാനം വരെ അത് പറയുകയാണെങ്കിൽ ആർക്കും അറിയാതെ പോകും. അപ്പോൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയതാണ് ആ ടൈമിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി പ്രഗ്നൻ്റ് ആകാൻ പോകുന്നവരും അങ്ങനെ ആയിട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായ കുറച്ചുകൂടെ നല്ല കെയറിങ്ങോടുകൂടി ചെക്കപ്പൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാതെ ഇരിക്കരുത്. കാരണം എൻ്റെ ഒരു അവസ്ഥയാണത്, എനിക്ക് വന്നതാണ്. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എനിക്ക് കൂടുതലായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത് ഡോക്ടർ മരുന്ന് തന്ന് അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ കറക്റ്റായി. പിന്നീട് എനിക്ക് ഡേറ്റും കാര്യങ്ങളും തന്നത് ഡോക്ടർ പ്രസവ ഡേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒക്ടോബർ 15-നായിരുന്നു ഇവിടെ ഡെലിവറി കഴിഞ്ഞത്. മോളെ നവംബർ 5-നായിരുന്നു എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു 15-20 ദിവസത്തെ ഗ്യാപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും കാര്യമല്ലല്ലോ അങ്ങനെ ഡെലിവറി നടക്കുന്നതിന്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്നാകും, 1 മാസത്തിൻ്റെ ഇതിൽ വ്യത്യാസമൊക്കെ വരാറുണ്ട്. അപ്പോൾ
എനിക്കപ്പോൾ ഒരു 10-20 ദിവസത്തെ വ്യത്യാസം വന്നു. അതിൻ്റെ പ്രസവിക്കുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നേ തന്നെ എനിക്ക് വൈറ്റ് ഫ്ലൂയിഡ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു ചെക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഒരു ഓയിൻമെൻ്റൊക്കെ തന്ന് തേക്കാൻ, അപ്പോൾ അത് തേച്ച് നിന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസമായിരുന്നു എനിക്ക് ഡെലിവറി പെയിൻ വന്നത്. രാവിലെ ഒരു വ്യാഴാഴ്ചയാണ് കേട്ടോ, ഒക്ടോബർ 15 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ചെറിയ എനിക്ക് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് 2ാമത്തെ ഡെലിവറി പെയിനെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ചെറുതായിട്ട് നമ്മുടെ മെൻസസ് ആകുമ്പോഴുള്ള വേദനകൾ ഇങ്ങനെ ഇളകി വന്നു കേട്ടോ, അടി വന്നു. അപ്പോൾ ഞാനൊരു 8:30 ആകുമ്പോൾ എന്താ പറയുക, ഞാനൊന്ന് സ്പീഡ് പോവുകയാണ് കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ നീട്ടിക്കൊണ്ട് പോയാൽ അവസാനം 1 മണിക്കൂർ കണക്കുണ്ടാവും. അപ്പോൾ ഞാൻ സ്പീഡ് പറയാണ്, എന്താണ് ക്ഷമയോടെ എല്ലാവരും കേൾക്കണം. അപ്പോൾ 8:30 പെയിന് വന്നു. അപ്പോൾ എന്താ പറയുക, പെയിന് വന്നപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അനിയനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കാറുമായിട്ട് വന്നിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വന്നു, രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെയിൻ ആയി, പിന്നെ കുട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായിട്ട് 11:30 ആകുമ്പോഴേക്കും ഡെലിവറിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നോർമൽ ഡെലിവറി ആയിരുന്നു. കറക്റ്റ് 11:30-ക്കും ഡെലിവറി കഴിഞ്ഞു. കുട്ടി കരഞ്ഞു, പകലായിരുന്നു. അപ്പോൾ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നില്ല കുട്ടിയെ. അപ്പോൾ കുട്ടി വെയിറ്റ് കുറവായിരുന്നു കേട്ടോ, 220 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ സന്തോഷമായിരുന്നു. ആദ്യത്തെ ആൺകുട്ടി, 2ാമത്തെ പെൺകുട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി എല്ലാവരും കേട്ടോ. 2ാമത്തെ ലക്ഷ്മിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയി. ഉത്തര നക്ഷത്രമാണ് കേട്ടോ ജനിച്ചത്. അപ്പോൾ അങ്ങനെ നല്ല ഹാപ്പി ആയി. പക്ഷെ എന്നാലും എനിക്ക് പ്രസവിച്ചതോ അങ്ങനെ കുട്ടി പ്രഗ്നൻ്റ് ആയതും അറിയുന്നില്ല, പ്രസവിച്ചതോ അറിയുന്നില്ല. അങ്ങനെ ഒരു ഇതോടെ അധികം വേദനയൊന്നും അനുഭവിച്ചില്ല. ഞാൻ മൂത്ത മോൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഫുള്ള് 24 മണിക്കൂർ കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം രാത്രി 12 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം വൈകിട്ട് 6 മണി വരെയായിരുന്നു ഡെലിവറി പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. ഇവിടെ അങ്ങനെയായിരുന്നില്ല, 2 മണിക്കൂറിനുള്ളിൽ പ്രസവിച്ചു. അപ്പോൾ അതുവരെ എൻ്റെ സന്തോഷമുള്ളൂ. ആ പ്രസവിച്ച് കഴിഞ്ഞ് ഇപ്പോൾ വരയ്ക്കും ഞാൻ എന്താ പറയുക, നമ്മൾ തീയിൽ നിൽക്കുക എന്ന് പറയില്ലേ, അതൊരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിന്നുക പറയും പഴയ ആളുകൾ, തിന്നുക, തീയിൽ നിൽക്കുക, എന്താ പറയുക, നമ്മൾ അത്രയ്ക്കും വേദന തന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കുട്ടി ജനിച്ചു, സന്തോഷമായി എല്ലാവരും. അപ്പോൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് കൊണ്ട് തന്നു കേട്ടോ. പിന്നെ വീണ്ടും ഡോക്ടർ വന്ന് നേഴ്സ് വന്ന് കൊണ്ടുപോവുകയാണ് കുട്ടിയെ. കുറച്ച് ശ്വാസമുട്ടലിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞതും അങ്ങനെ തന്നെ കൊണ്ടുപോയി, കിടത്തിയില്ല. കുറച്ച് നേരം അങ്ങനെ തന്നു, അങ്ങനെ കൊണ്ടുപോയി. പാല് കൊടുക്കാനോ അങ്ങനെയൊന്നും നിന്നില്ല. അപ്പോൾ തന്നെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇത് തരുമല്ലോ, അതുപോലെ നിന്നില്ല. പിന്നെ അങ്ങനെ കൊണ്ടുപോയി 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണം. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ കുറച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇവിടെ തന്നെ ഒരു ഓക്സിജൻ്റെ ഇതിലൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ അവിടെ വെച്ചിരുന്നു. പിറ്റേ ദിവസം നമുക്ക് കുഴപ്പമില്ലെങ്കിൽ, കുറവുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ശ്വാസമുട്ടലിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്തത് ഞങ്ങൾക്ക് അഹല്യ ഹോസ്പിറ്റലായിരുന്നു, പാലക്കാടാണല്ലോ. അഹല്യ ഹോസ്പിറ്റലും പിന്നെ പാലാന ഹോസ്പിറ്റലും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അഹല്യ മതി എന്ന് പറഞ്ഞാൽ അഹല്യയ്ക്ക് ഞങ്ങളെ റെഫർ ചെയ്യുകയാണ്. അങ്ങനെ റെഫർ ചെയ്ത് അവിടെ പോയി എന്താ പറയുക, കുട്ടിയെ നേരെ വെന്റിലേറ്ററിൽ മറ്റേ NICU പറയുന്ന അതിലേക്ക് കയറ്റി ഞാൻ അതിലായിരുന്നു ഒരാഴ്ചയോളം. അവിടെ കാര്യങ്ങളും ചെക്കൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ കയ്യിൽ അപ്പോൾ തരുന്നില്ല, പാല് കൊടുക്കാനും ഫീഡ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ മറ്റേ ശങ്കിലൂടെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നേരെ വലിച്ച് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് 220 ഉള്ളൂ കുട്ടി വെയിറ്റ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ ഡിസ്ചാർജ് ആക്കുന്നുണ്ട് കേട്ടോ. 7 ദിവസം കഴിഞ്ഞ് നമ്മളവിടെ എല്ലാ ചെക്കപ്പും ചെയ്ത് കഴിഞ്ഞു. കുട്ടിക്ക് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി, വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മളെ കുട്ടി ഒരാഴ്ച നമ്മുടെ കൂടെ ഇല്ല അധികം. ഇങ്ങനെ കൊണ്ടുപോകണു NICUലേക്ക്. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ കുട്ടി നമ്മുടെ കയ്യിലാണ്. അപ്പോൾ തല ഒരു 28-ാം ദിവസത്തിലാണ് കേട്ടോ നനയ്ക്കുന്നത്. 3 കിലോ വെയിറ്റ് ആയിട്ടാണ് നമ്മൾ തല നനയ്ക്കുന്നത്. അതുവരെ നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം തണുപ്പും കാര്യങ്ങളൊന്നും തട്ടേണ്ട, ചൂടവിടെ ഇരിക്കുന്ന നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 28-ാം ദിവസമാണ് തല നനയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തല നനയ്ക്കുമ്പോൾ കുട്ടീൻ്റെ തല ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് അനുഭവപ്പെടുന്നുണ്ട്, 2 സൈഡും ബാക്കും ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പഴയ മുത്തശ്ശിമാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ വെയിറ്റ് ഇല്ലാത്തതിൻ്റെ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുട്ടി എപ്പോൾ നോക്കിയാലും കരച്ചിലാണ്, ഭയങ്കര കരച്ചിലും ബഹളവും, ഉറക്കുകയില്ല. ആകെ 24 മണിക്കൂറിനുള്ളിൽ ഒരു 3 മണിക്കൂർ പോലും തികച്ചുറങ്ങില്ല. ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും കരഞ്ഞുകൊണ്ടേയിരിക്കും കുട്ടി എപ്പോഴും. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ കൂടെ മോനും ഉണ്ട്. അപ്പോൾ കിടക്കാൻ നമ്മുടെ വലിയ റൂമൊന്നും അല്ല കേട്ടോ, ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ കിടക്കാനോ അങ്ങനെ പിടിക്കാനൊന്നും സ്ഥലമില്ല, പഴയ വീടാണ്. അപ്പോൾ തൊട്ടി പോലും കെട്ടാൻ സ്ഥലമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കെട്ടി വന്നിരുന്നത്. അപ്പോൾ പിന്നെ മോൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു തൊട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ കിടക്കുന്നില്ല മോൾ, ഒരേ കരച്ചിലായിരുന്നു. പിന്നെ പാല് കുടിക്കും ഛർദ്ദിക്കും, പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മോളുടെ കരച്ചിലാണ്, ചെറുതായിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, കാരണം എനിക്കത് എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്കൊരു സങ്കടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ
അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഫുൾ കരച്ചിലായി. ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. 1 വർഷത്തോളം ഫുള്ളായി ഉറക്കം പിടിച്ചൊരു സമയമായിരുന്നു കേട്ടോ മോളുടെ ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മളിങ്ങനെ മോള് ഇപ്പോൾ ഛർദ്ദിക്കും കരയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, പിന്നെയും ഞങ്ങളിങ്ങനെ ഒരു 28 ദിവസം കഴിഞ്ഞിട്ട് കുളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 28 കഴിച്ചില്ല, നമ്മൾ ചടങ്ങുണ്ടല്ലോ 28, അതൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ 56 അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് കൂടിയ ശേഷം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ ഇടയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ എപ്പോഴും കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. തലേൻ്റെ ഒരു സോഫ്റ്റ്നെസ് അനുഭവപ്പെട്ടപ്പോൾ ഒരു 45-ാം ദിവസം അതൊന്നും നമ്മളിങ്ങനെ അറിയുന്നില്ല കേട്ടോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ കരയുകയാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം, അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഡോക്ടറെ കണ്ടിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു 45 ദിവസമായിട്ടാണ് കേട്ടോ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഞാൻ അഹലിൽ ഡോക്ടറെ വിളിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്നെസ് ഉണ്ടാകാറുണ്ട് തലേൻ്റെ ബാക്ക് വശവും മോൾ വശവും സൈഡും ഇങ്ങനെ ഉച്ചയൊന്നും ഉറക്കാത്തത് കൊണ്ട്. പക്ഷേ അത് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലത് റെയർ കേസായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് ഒരാഴ്ച ഇയർ കുത്താൻ വേണ്ടിയിട്ട്, പെൺകുട്ടിയല്ലേ അപ്പോൾ ഇയർ കുത്തണമല്ലോ. അപ്പോൾ ഒരു 56-ാം ദിവസമാണ് ഞങ്ങൾ, 52-ാം ദിവസമാണ് ഞങ്ങൾ, 56 52-ാമത്തെ ദിവസമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ദിവസമാണ് ഞങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ചെയ്യാം, ഇയറും ചെവിയും കുത്താലോ, കമ്മലിടാനായിട്ട് ചെവി കുത്താലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഡോക്ടറെ കാണിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പെട്ടെന്നൊരു സംശയം തോന്നിയിട്ട് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ വ്യക്തമാകുന്നില്ല. CT സ്കാൻ സാധാ സ്കാൻ ചെയ്ത് പിന്നെ CT സ്കാനിങ് ചെയ്യണമെന്ന് CT സ്കാനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹല്ലിലാണ്, പത്മേഷ് പറയുന്ന ഡോക്ടറാണ്, ഇൻഫാൻറ്റ് കുട്ടികളുടെ ഇൻഫാൻറ്റ് ഡോക്ടർ. അപ്പം സാർ അങ്ങനെ CT എടുക്കുമ്പോൾ കുട്ടിക്ക് തലച്ചോറിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി നിൽക്കുകയാണ്. തലച്ചോറ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്നുള്ളൊരു ഇതാണ്. ഞങ്ങളാകെ എന്താ പറയുക, എനിക്ക് ചിരിക്കണോ കരയണമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐസായ പോലെ എന്തായാലും എന്താ പറയുക, അങ്ങനെയായി. അപ്പോൾ എന്താ ചെയ്യണമെന്ന് തന്നെ അറിയുന്നില്ല. ഞാനും ഏട്ടനും അമ്മയുണ്ടായിരുന്നു കൂടെ. ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളൊരു ചിന്ത. ഇത് മാറും, അങ്ങനെ മാറ്റണം. അപ്പോൾ ഡോക്ടർ ഇനി അടുത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് എമർജൻസി ആയിട്ട് എന്താ ചെയ്യാൻ പറയുമ്പോൾ സാറ് നേരെ ഞങ്ങൾക്ക് തൃശ്ശൂർ മിഷനിലേക്ക് എഴുതി തരികയാണ്. അപ്പോൾ കൊറോണയൊക്കെ ആണല്ലോ, അപ്പോൾ മോനുണ്ട് കൂടെ, മോനെയും കൊണ്ട് പോകണം. അപ്പോൾ സാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ അറിയുന്ന ഒരു സാറ് വിളിച്ചിട്ട് അവിടേക്ക് ഞങ്ങളെ റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ചയായിരുന്നു ഡോക്ടറെ കാണാൻ പോയത്. ഞായറാഴ്ച ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ മിഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി അവിടെ കുര്യൻ പറഞ്ഞ ഡോക്ടറായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ വെള്ളം നിറയുന്ന അസുഖം എന്ന് പറയുന്നത് എന്താ പറയുക, ഹൈഡ്രോസെഫലസ് അല്ലെങ്കിൽ സിഫിലസ് എന്നൊക്കെ പറയും. നമ്മൾ ഉച്ചരിക്കുന്ന രീതി അനുസരിച്ചിരിക്കും കേട്ടോ. അങ്ങനെ തല വീർത്ത് വരുന്ന ഒരു അസുഖമാണത്. ഈ വെള്ളം കൂടി വരുമ്പോൾ തല വീർത്ത് ഇങ്ങനെ വരും. വെൻട്രിക്കിൾ പറഞ്ഞൊരു സംഭവം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള പല തലയിലുണ്ട്. അപ്പോൾ അത് അടയുമ്പോഴാണ് വെള്ളം അങ്ങനെ പേപ്പറിൽ പോകാതെ തലേൻ്റെ സൈസ് വലുതായി വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഹൈഡ്രോസിഫിലസ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ നമ്മൾ മുമ്പ് പാലൊക്കെ കൊടുത്ത് തട്ടുമ്പോൾ കുട്ടി നല്ല തല വെയിറ്റ് ആയിട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതൊക്കെ നമുക്ക് സാധാരണ കുട്ടികളുടെ ഉണ്ടാകും. അങ്ങനെ നമുക്ക് അറിയണില്ല, നമ്മൾ ഡെയിലി കാണുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ല. പിന്നെ കരച്ചിൽ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കരച്ചിലുണ്ടാകും, ഇറിറ്റേഷനൊക്കെ ആയിട്ടാണ് അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുര്യൻ സാറ് തൃശ്ശൂർ മിഷനിൽ എത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ കണ്ട് തിങ്കളാഴ്ച സാറ് ഇപ്പോൾ തന്നെ ഒന്നും സർജറി ചെയ്യാൻ പറ്റില്ല, കുറച്ച് കാലം കുട്ടി വെയിറ്റ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഞാൻ കരച്ചിലും മിഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് സാറ് അങ്ങനെയൊക്കെ സമ്മതിച്ചു സർജറി ചെയ്യാൻ. പിറ്റേ ദിവസം തന്നെ ആ ദിവസം തന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്ത് സജ്ജീകരിച്ച് പിറ്റേ ദിവസം അനസ്തേഷ്യ ഡോക്ടറും വരണമല്ലോ. അപ്പോൾ എന്താ പറയുക, ചൊവ്വാഴ്ച അനസ്തേഷ്യ എല്ലാ ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു, ചെയ്തു. അപ്പോൾ പിന്നെ എന്താ പറയുക, ചെയ്ത് കഴിഞ്ഞാൽ ഈ പൂർണ്ണമായി അസുഖം മാറുന്നതാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. അതൊരു VP ഷണ്ട് പറയുന്ന ഒരു സർജറി ആയിരുന്നു. തലയിൽ കൂടെ ഇട്ട് അങ്ങനെ ഇറക്കായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നില്ല, വേണ്ടവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. കാരണം എനിക്കത് പറയുമ്പോൾ എനിക്കൊരു വിഷമമാണ് കേട്ടോ. ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളാണ് കേട്ടോ, വെളിനാടുകളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഞാൻ കണ്ടിടത്തോളം ഞാൻ പരിചയപ്പെട്ട ഒരു 10 പേരോളം ഉണ്ട് കേട്ടോ. പാലക്കാട് തന്നെ 6-7 പേരോളം ഇങ്ങനത്തെ കുട്ടികളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെട്ടാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ അവരെങ്ങനെ റിക്കവർ ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവർക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോൾ അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ മോൾക്ക് 4 വയസ്സായി. നമ്മൾ സർജറി കഴിഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് മാറുന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമായിരുന്നു. അപ്പോൾ എങ്കിലും ഇപ്പോൾ
വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ആ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഫിക്സിനുള്ള മരുന്നൊക്കെ തരും. അപ്പോൾ തലയിൽ ചെയ്തതുകൊണ്ട് ഫിക്സിനുള്ള മരുന്ന് നമുക്ക് ഡെയിലി കൊടുക്കണം. അപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നിട്ടും ഇടയിലൊക്കെ ഇങ്ങനെ ഫിക്സ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിക്സിനുള്ള മരുന്ന് ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടയിൽ കുറച്ച് നിർത്തിയിരുന്നു, നമുക്ക് അറിയില്ല കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്ന്. അപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരാൻ തുടങ്ങി മാസം. അപ്പോൾ ഒരു 5 മാസത്തോളം അങ്ങനെ ഇടവിട്ട് വന്നിട്ട് 3 മാസത്തോളം ഞങ്ങൾ അടുപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല, പക്ഷെ നമ്മൾ തിരിച്ചറിയും പറഞ്ഞാൽ സൗണ്ടിലൂടെ നമുക്ക് അവൾക്ക് നമ്മളെ തിരിച്ചറിയും. അപ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യട്ടോ ചിരിക്കും. പക്ഷേ ഞാൻ പരിചയപ്പെട്ട പാലക്കാട്ടിലെ 4-5 കുട്ടികൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ അംഗനവാടിയിൽ പോകുന്നുണ്ട്, പിന്നെ സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വേണമെന്ന് അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ വേറെ ഞാൻ മലപ്പുറത്തെ തൃശ്ശൂരിൽ അങ്ങനെ കുട്ടികളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു 10,000 കുട്ടികളെടുത്ത ഒരു കുട്ടിക്ക് വരാറുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം കരയുകയോ അങ്ങനെ അവർക്ക് പറയാനൊന്നും അറിയില്ലല്ലോ, ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ നമുക്കും അറിയില്ല, നമ്മളിങ്ങനെ വിചാരിക്കുക പോലും ഇല്ല നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന് പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. നമ്മൾ എന്താ പറയുക, അകപ്പെട്ടു പോകുന്നൊക്കെ പറയില്ലേ, നമ്മളാകെ പോകും, നമ്മുടെ ഫാമിലിയെ മൊത്തത്തിൽ തളർത്തും. എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അത് റിക്കവറും കൂടെ ആകാതിരുന്നാൽ ഭയങ്കര വിഷമം. അങ്ങനെയുള്ള ഫാമിലീസിനൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഫാമിലീസ് നമ്മളിങ്ങനെ അസുഖം വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് ഒരുപാട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്താ പറയുക, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് റിക്കവർ ആയിട്ടുള്ള കുട്ടികളെ നോക്കി നമ്മൾ തിരഞ്ഞു പോകും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയണം. അപ്പോൾ ഇനി ഇങ്ങനെ അമ്മമാരാകാൻ പോകുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഈ ചാനലൊക്കെ കാണുന്നവർ എത്ര പേരാണെന്നൊന്നും എനിക്കറിയില്ല. അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ അമ്മമാരാകാൻ പോകുന്നുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് കുട്ടികൾ ജനിച്ചവിടെ കരയുകയോ ഒരുപാട് നിർത്താതെ കരയുകയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക കേട്ടോ. അപ്പോൾ എങ്കിലേ മനസ്സിലാക്കാം. പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായാലും നന്നായിട്ട് ചെക്കപ്പ് ചെയ്യുക, ഒന്നുമില്ലയെന്ന് പൂർണ്ണമായിട്ടും വരുത്തുക കേട്ടോ. കാരണം ഇപ്പം എത്രത്തോളം നമ്മൾ ചെക്ക് ചെയ്താലും വരുന്നത് നമ്മുടെ തലയിൽ വരുന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ പിന്നെ വലിയ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ചെക്ക് ചെയ്തത്. കൂടാതെ അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇതായിരുന്നു, ഗവൺമെൻറ്റിലാണല്ലോ ചെയ്തത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നമുക്കൊന്നും അറിയാൻ പറ്റാത്തത്. അപ്പോൾ പ്രൈവറ്റിൽ ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് കേട്ടോ, വലിയ ഹോസ്പിറ്റലിൽ ചെയ്ത് കളർ എന്താ പറയുക സ്കാനിങ് ഒക്കെ എടുത്തവർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ 9 മാസം 8 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുട്ടിക്കും അമ്മയ്ക്കൊക്കെ അത് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പുറത്ത് വന്ന് നമ്മുടെ കയ്യിൽ നമുക്ക് കളയാനും പറ്റില്ല, നമുക്ക് നോക്കാതിരിക്കാനും പറ്റുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ആർക്കും. അപ്പോൾ എല്ലാവരും കുട്ടികൾ ജനിച്ച് കഴിഞ്ഞ് കരയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റം കാണിക്കുകയാണെങ്കിൽ, ഛർദിയോ കൂടുതൽ പാൽ കുടിക്കുക, എനിക്ക് മോൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഇതിന്, കരച്ചിൽ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വന്ന ശേഷമാണ് നമുക്ക് അറിയുന്നത് ഡോക്ടറോട് ചോദിക്കുമ്പോൾ. പിന്നെ ഈ അസുഖത്തിന് അമ്മമാർ എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ചോദിച്ചാൽ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷനിലൂടെ വരാമെന്നൊക്കെയാണ് പറയുന്നത്. യൂറിൻ ഇൻഫെക്ഷൻ, ചിലപ്പോൾ പനി, ചിക്കൻ ബോക്സ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാതിരിക്കാം യൂറിൻ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ, അതിലൂടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളൂ വഴി. അപ്പോൾ എനിക്ക് വന്നതുപോലെ മറ്റാർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മമാർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക എന്ന് വിചാരിക്കുന്നു. ഇത് അമ്മമാരാകാൻ പോകുന്നവർക്ക് അമ്മമാർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയാത്ത എത്ര പേരുണ്ടാവും. നമുക്കിത് വരില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാനും ആദ്യം നമുക്കൊന്നും വരില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ നമ്മൾ നോക്കും, അങ്ങനെ പോകും, അത്രേ ഉള്ളൂ. നമുക്ക് വരില്ല എന്നുള്ളൊരു നമ്മൾ ധാരണ. പക്ഷേ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വരട്ടോ. പിന്നെ ഈ അസുഖം ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ഡെലിവറി ടൈം വന്നിട്ട് വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും വലിയവർക്കും വരാം, കുട്ടികൾക്കും വരാം, ഇടയിലുള്ള പ്രായക്കാർക്കും വരാം. എന്തെങ്കിലും വീഴ്ചയോ എന്തെങ്കിലും വന്നാൽ നമ്മുടെ വെൻട്രിക്കിൾ അടഞ്ഞു പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു അസുഖം സംഭവിക്കാം കേട്ടോ. തല സൈസ് വലുതാകുന്നത് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും, വലിയ സൈസ് തല വരുന്ന ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സർജറികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ പൂർണ്ണമായി മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.